الله عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. കുടുംബത്തിൽ ചിലരോടൊപ്പം ഉമ്മയുടെ സഹോദരി സന്ദർശിക്കാൻ വേണ്ടി യാത്ര പോവുകയാണ്. 85 90ലേക്ക് എത്തുന്ന പ്രായത്തിലെത്തി വൃദ്ധയായ എളിമയെ കണ്ട് സൗഹൃദം പുതുക്കുന്നതിനിടയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ജ്യേഷ്ഠ സഹോദരൻ എളിമയോട് പറയുന്നു, നിസ്കാരം ശ്രദ്ധിക്കണം, എത്ര അവശതയായാലും ചെയ്യണം. വീണ് പരിക്കുപറ്റി കട്ടിലിൽ കഴിയുകയാണ്. ആ വൃദ്ധയോടാണ് പറയുന്നത്. അതേ ചെയ്തേ പറ്റൂ. അത് പറയാനുള്ള ഒരു തൻ്റെയിടം ഒരു സാധാരണക്കാര് കണ്ടപ്പോൾ മുസ്ലിയാർ എന്ന് വിളിക്കപ്പെടുന്ന ഞാൻ അത് കണ്ട് അല്പം സന്തോഷിച്ചു, ആസ്വദിച്ചു. വാഹനത്തിലെ യാത്രക്കിടയിലും ഒരു ദൈവത്ത് ശ്രദ്ധയിൽപ്പെട്ടു. സഹോദരിമാരും സ്ത്രീകളുമൊക്കെ 2 കുടുംബത്തിലെ പരാമർശങ്ങളൊക്കെ കൊടുന്നു. ഒന്ന്, ഒരു മാതാവിനേറ്റ പ്രഹരം. മറ്റൊന്ന്, ഒരു മാതാവിന് അല്പം സംരക്ഷണം കുറവ് പോലെ. രണ്ടും തുടങ്ങിയപ്പോഴേക്കും ഈ ജ്യേഷ്ഠൻ ഇടപെട്ടു. ഇനി അപ്പുറത്തേക്ക് പറയണ്ട, കാരണം അത് ചിലരുടെ കുറ്റവും കുറവും ഗീബത്തുമായി പോകും, നമുക്കത് പറയാൻ വകുപ്പില്ല. അതെ, ഒന്ന് നന്മ കൊണ്ട് ഇവിടെ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു. ഒപ്പം മറ്റുള്ളവരെക്കുറിച്ചുള്ള അനാവശ്യ സംസാരങ്ങൾ, അനാവശ്യ ഇടപെടലുകൾ, നമുക്കതിൻ്റെ കാര്യമില്ലല്ലോ. മതത്തിനതിന് വിലക്കും ഉണ്ടല്ലോ. അതാ വയനാട്ടിൽ നിന്ന് വീണ്ടും പ്രകൃതി ദുരന്തത്തിൻ്റെ വാർത്തകൾ കേൾക്കുകയാണ്. അപ്പോഴും അവിടെ ചിലരുടെ നാവുകൾ എന്തൊക്കെയോ. ഹബീബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ പറയുന്നു, റജീഹു മിൻ റൗഹില്ലാഹി തആല ഐ മിൻ റഹ്മത്തിഹി. കാറ്റ് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. തർതീബ് റഹ്മത്തി, കാറ്റ് അനുഗ്രഹവുമായി കൊണ്ടുവരുന്നു. എന്നാൽ തർതീബിൽ അദാബി, ചില ഘട്ടത്തിൽ കാറ്റ് ചില ദുർഘട അനുഭവങ്ങളും കൊണ്ടുവരും. ഫൈദാർ ഐത്തുമുഹ, നിങ്ങൾ കാറ്റ് കണ്ടാൽ ഫതസുബുഹ, അതിനെ ചീത്ത പറയേണ്ടതില്ല. പിന്നെയോ വസ്അലുല്ലാഹ ഖൈറഹ, അതിൽ നന്മയ്ക്കായി പടച്ചവനോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. വസ്തഈദു ബില്ലാഹി മിൻ ശർരിഹ, കാറ്റിലൂടെ ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് ഇല്ലാതെയായി കിട്ടുവാനും പടച്ചവനോട് കാവലിനെ തേടുക. സമാനമായ ഹദീസുകളൊക്കെ വേറെയും ഉണ്ട്. ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നു, വിഷമിക്കുന്നവർക്ക് കാരുണ്യമായി എത്തുന്നു. ഇതെല്ലാം മനുഷ്യ സ്നേഹത്തിന് മുഖമുദ്രയാണ്. പക്ഷേ അവിടെയും ചിലപ്പോൾ രാഷ്ട്രീയത്തിന് പിന്നാമല്ലാതെ തർക്കങ്ങൾ, വിതർക്കങ്ങൾ, അവരെങ്ങനെ ഇവരെങ്ങനെ. ദുരന്തത്തിനിടയിൽ പോയും അവനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ നാവെന്ന അനുഗ്രഹം നാം ചിന്തിക്കുകയും പ്രമാണങ്ങൾ അതിൻ്റെ മഹാത്മ്യവും ഗൗരവവും അതിലുണ്ടായിത്തീരുന്ന നാശവും സൂചിപ്പിക്കുന്നത് ഓർക്കണ്ടേ? മഹത്തുക്കൾ അതിനെങ്ങനെ കാണുന്നു, നാം ആലോചിക്കേണ്ടതില്ലേ? ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാമിന്റെ ഉപദേശങ്ങൾ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മകനോട് നൽകിയ ഉപദേശം. മകനോട് ഒരിക്കൽ പറഞ്ഞു, യാ ബുനയ്യ മൻ റഹിം യുർഹം. മോനെ, ആരെങ്കിലും കരുണ ചെയ്താൽ അവന് കരുണ ലഭിക്കും. വമൻ യസ്മുത് ഇസ്ലം, നിശബ്ദത പാലിച്ചാൽ, മൗനം പാലിച്ചാൽ രക്ഷപ്പെടാൻ കഴിയും. വമൻ യഫ്അലുൽ ഖൈറ, നന്മ പ്രവർത്തിച്ചാൽ യഗ്നം, ധാരാളം വിജയവും അനുഗ്രഹവും വന്നു ചേരും. വമൻ ഫഅല ശർറ യഗ്സം, നാശമാണ് പ്രവർത്തിക്കുന്നെങ്കിൽ കുറ്റക്കാരനായി തീരും. വമൻ ലം യംലിക് ലിസാനഹു യന്തം, നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ഖേദം തന്നെയാണ്. ഓഹോ, നമ്മൾ ചിലരുടെ പണിയെന്താ? അള്ളാഹു നല്ലൊരു നാവ് വന്നിട്ടുണ്ട്, സംസാര വൈഭവം, എന്തൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഇല്ലാത്ത നാവ് പൊട്ടനിലേക്ക് ചേർത്ത് വെക്കുമ്പോഴല്ലേ ഈ അനുഗ്രഹത്തിൻ്റെ വലിപ്പം മനസ്സിലാകുന്നത്. നല്ല കാര്യങ്ങൾ പറയണം, നല്ലത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കണം, നല്ലത് നാവിലൂടെ ഒഴുകി വരണം. രാവിലെ ഇറങ്ങും, കടയിൽ ചെല്ലും, ചായ കുടിക്കും, ആ മുഹമ്മദ് അങ്ങനെ, അഹമ്മദ് ഇങ്ങനെ, മറ്റുള്ളവൻ്റെ കാര്യം. നമ്മുടെ സഹോദരിമാരാണെങ്കിലോ അവർ പാവങ്ങളാ,
പെട്ടെന്നായിരിക്കും അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെക്കുറിച്ച് ഉതിർന്നു വീഴുന്നത്. ഞാൻ റെഡി, നമുക്കൊക്കെ കഴിഞ്ഞു, മറ്റുള്ളവൻ എങ്ങനെ മോശം. ഇത് എന്തോ ഒരു പൈശാചിക ദുർബോധനത്തിൻ്റെ ഭാഗമായി വന്നു ചേരുകയാണ്. പറഞ്ഞു വന്നത്, വിലപ്പെട്ട നിമിഷങ്ങൾ നമ്മളൊക്കെ ഇങ്ങനെ കഴിയുകയാണല്ലോ, നമ്മളെ കാത്തു വെക്കുന്നില്ലല്ലോ. നാവിനെ നിയന്ത്രിക്കൽ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തോടായി 5 പ്രത്യേക കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ നമുക്ക് വായിക്കാം. 1, ജനങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുക. അത് പടച്ചതമ്പുരാൻ എന്നൊരു സൃഷ്ടാവുണ്ട് എന്ന് ഓർമ്മയുണ്ടാകണം. ദുനിയാവിനേക്കാൾ കൂടുതൽ പരലോകത്തെ ഓർക്കണം. ദുനിയാവ് നൈമിഷികമല്ലേ, പെട്ടെന്നങ്ങ് തീരും. വരാനിരിക്കുന്ന ലോകം എത്ര വിശാലമാണ്, അങ്ങോട്ടല്ലേ പോകേണ്ടത്. കൂടുതൽ ഓർമ്മ അതാകട്ടെ. 3, നന്മകളെക്കാൾ കൂടുതൽ തിന്മകളെ ഓർക്കണം. എന്ന് പറഞ്ഞാൽ നന്മയാണ് ചെയ്യേണ്ടത് മനുഷ്യൻ, നന്മ ഓർക്കുകയും വേണം. പക്ഷേ തിന്മയെ ഓർക്കണമെന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തു പോയല്ലോ, അബദ്ധമായല്ലോ, ആ ഖേദം ഉണ്ടാക്കണം എന്നത് തന്നെ. 4, ജീവിതത്തെക്കാൾ കൂടുതൽ മരണത്തെ ഓർക്കുക. ജീവിതം നൈമിഷികം തന്നെയാണ്, മരണമെന്നൊരു മഹാസംഗതി അഭിമുഖീകരിക്കാനുണ്ട്. എപ്പോഴും ആ ഓർമ്മയുണ്ടാകട്ടെ. 5, മറ്റുള്ളവരുടെ ന്യൂനതകൾ അത് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം കുറവുകൾ, ന്യൂനതകളാണ് ഓർക്കേണ്ടത്. നമ്മിൽ ഒരുപാട് പോരായ്മകളുണ്ട്, അഴിബുകളുണ്ട്, എന്നാൽ മാറ്റേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഓർമ്മിക്കാൻ പലർക്കും നേരമില്ല. പിന്നെയോ മറ്റുള്ളവരുടെ കുറവും കൂടുതലുമൊക്കെ ഇങ്ങനെ നോക്കി നടക്കും. അത് ഒരു നല്ല ഏർപ്പാടല്ല എന്നതാണ് പറഞ്ഞത്. എത്രയോ സ്ഥലത്ത് ഖുർആനിലും ഹദീസിലും ഗീബത്ത്, നമീമത്ത്, ഏഷണി, പരദൂഷണമൊക്കെ വേണ്ട, അതിൻ്റെ അപകടങ്ങൾ, അത് വലുത് എന്നിങ്ങനെ അനവധി തലങ്ങളിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ എന്തുകൊണ്ടോ അതൊക്കെ അങ്ങ് പെട്ടെന്ന് മറന്നു പോകുന്ന വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു താക്കീത് ശ്രദ്ധിക്കാം. ലാ തുക്തിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്. അള്ളാഹുവിൻ്റെ ദിക്ർ അല്ലാതെയുള്ള സംസാരം നിങ്ങൾ പെരുപ്പിക്കല്ലേ, അധികരിപ്പിക്കല്ലേ. ഫഇന്ന കസ്റത്തുൽ കലാമി ബിഗൈരി ദിക്രില്ലാഹ് ഖസ്വത്തുൽ ഖൽബ്. അള്ളാഹുവിൻ്റെ സ്മരണയല്ലാത്ത സംസാരത്തിൻ്റെ ആധിക്യം, വർധനവ്, ഖസ്വത്തുൽ ഖൽബ്, അത് ഹൃദയത്തിൻ്റെ കാഠിന്യാവസ്ഥ വരുത്തുന്നതാണ്. വഇന്ന ബഅദന്നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി. ജനങ്ങളിൽ നിന്ന് അള്ളാഹുമായി വിദൂരത്തുള്ളവൻ ഹൃദയ കാഠിന്യം ഉള്ളവനാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വചനം നാം ഗൗരവത്തിലെടുക്കുമ്പോൾ സുഫിയാൻ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു നബി തങ്ങളോടുള്ള ഒരു ചോദ്യവും മറുപടിയും കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കൽ വളരെ ഉചിതമായിരിക്കും. യാ റസൂലുള്ളാഹി ഹദ്ദിസ്നി ബിഅംരിൻ അഅ്തസിം ബിഹി. എനിക്ക് വളരെ മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു കാര്യം അവിടുന്ന് പറഞ്ഞു തരണം പ്രവാചകരെ. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖുൽ റബ്ബി അല്ലാഹ്. അങ്ങ് എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയാണ്. പിന്നെ നേർമാർഗത്തിൽ ജീവിക്കാൻ ഉറച്ച് നിൽക്കുകയും ചെയ്യുക. തുമ്മസ്തഖിം. ഖുൽതു, ആ സഹാബി പറയാൻ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, മാ ഖവഫു മാ തഖാഫു അലിയ. എൻ്റെ മേൽ അവിടുന്ന് ഭയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന എന്താണ്? അപ്പോൾ ഫഅഖദ ബിലിസാനി നഫ്സിഹി സുമ്മ ഖാൽ. ഇവിടുത്തെ നാവ് പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് സുമ്മ ഖാല ഹാദാ, ഇതാണ് എന്നത്. തുർമദിയുടെ നിവേദനമാണ്. നമ്മുടെ നാവിൽ നിന്ന് നല്ലത് വരട്ടെ, നല്ലതിലൂടെ സൽ പ്രവർത്തനങ്ങളും വന്നു ചേരുകയാണ്. അതാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് 90ൻ്റെ അവശതയിൽ എറണാകുളത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം. കേരളൈസ് അഹമ്മദ് കുട്ടി ഹാജിയുടെ ജനാസ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇത്ര ദൂരെ അവശതയിൽ യാത്ര ചെയ്തു വരുന്നത്. ദീനി നിഷ്ഠയുള്ള ഒരു വ്യവസായ പ്രമുഖൻ ഹാജി സാഹിബിനെ അവിടെ അനുസ്മരിച്ചപ്പോൾ പറഞ്ഞു, സുബഹിയുടെ വളരെ നേരത്തെ മുമ്പ് എണീറ്റ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. തൃശ്ശൂർ ചന്ദ്രാപ്പിന്നിലെ ഹൈദർ ഹാജിയും ഈ അടുത്ത് വിടയായി. ജന്മസ്ഥലവും വീടും ദീനി സംരംഭം വളർത്താൻ നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത ഹാജി മരണത്തിനു മുമ്പ് വേറെയും പല സ്വത്തുക്കൾ അതിലേക്ക് നീക്കിവെച്ചതായി അറിഞ്ഞു. അതെ, നല്ലത് സംസാരിക്കുക, നല്ലത് പ്രവർത്തിക്കുക.
ജനങ്ങളിൽ പ്രശംസയുണ്ടാകും, അള്ളാഹുവിൻ്റെ പ്രശംസയുണ്ടാകും. പടച്ചവൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ നമുക്കൊക്കെ കഴിയും. അള്ളാഹു അത്തരം സൗഭാഗ്യവന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.